ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെഷീൻ സൈക്കിൾസ് ആണ്. ഇവിടെ കുറച്ച് ടൈപ്പ് ഓഫ് മെഷീൻ സൈക്കിൾസ് നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ഉള്ളത് ഒ പി കോഡ് ഫെച്ച് മെഷീൻ സൈക്കിളാണ്. നമുക്കറിയാം ഒ പി കോഡ് ഫെച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഏതൊരു ഇൻസ്ട്രക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മെമ്മറി പോയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഏത് ഇൻസ്ട്രക്ഷനാണോ വേണ്ടത് അത് പോയിട്ട് ആദ്യം ആക്സസ് ചെയ്യണം, എന്നാലേ നമുക്ക് അതിനനുസരിച്ച് സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എക്സിക്യൂട്ടിംഗ് എനി ഇൻസ്ട്രക്ഷൻ ഈസ് ദ ഒ പി കോഡ് ഫെച്ച് സൈക്കിൾ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒ പി കോഡ് ഫെച്ച് സൈക്കിളായിരിക്കും. ഇൻ ദ സൈക്കിൾ ദ മൈക്രോ പ്രോസസ്സർ ബ്രിങ് ദ ഇൻസ്ട്രക്ഷൻസ് ഒ പി കോഡ് ഫ്രം ദ മെമ്മറി. ഈ ഒരു സൈക്കിളിലാണ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഫേസിലാണ് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ്റെ ഒ പി കോഡ് മെമ്മറി പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രിങ് ചെയ്യുന്നത്. To differentiate the machine cycle from the very similar memory read cycle, the control and status signals are set as follows. അതായത് മെമ്മറി റീഡ് സൈക്കിളും അതേപോലെ ഈ ഒ പി കോഡ് ഫെച്ച് സൈക്കിളും തമ്മിൽ പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനകത്തുള്ള സ്റ്റാറ്റസ് ബിറ്റ് ശ്രദ്ധിച്ചാൽ മതി. സോ ഫസ്റ്റ് ഉള്ളത് എന്താണ്, IO ബാർ എം ബാർ. മെമ്മറി ഓപ്പറേഷൻ ആയതുകൊണ്ട് IO ബാർ എം ബാർ എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ട് ഇതൊരു മെമ്മറി ഓപ്പറേഷനാണ്. നെക്സ്റ്റ് S1ഉം S0യും ബോത്ത് ആർ 1. രണ്ടും 1 ആണെങ്കിൽ എന്താണ്, ഒ പി കോഡ് ഫെച്ചാണ്. മറ്റേല്ല രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിലൊക്കെയാണ് അതിനനുസരിച്ചുള്ള മാറ്റം വരുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള മാറ്റം മനസ്സിലാക്കേണ്ടത് ഒ പി കോഡ് ഫെച്ചാണെങ്കിൽ S1ഉം S0യും എന്തായിരിക്കും, 1 ആയിരിക്കും. സോ നോട്ട് ചെയ്യേണ്ട, മസ്റ്റായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് അതാണ്. ദിസ് മെഷീൻ സൈക്കിൾ ഹാസ് 4 T സ്റ്റേറ്റ്സ്. നമ്മൾ T സ്റ്റേറ്റിനെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മെഷീൻ സൈക്കിളിനകത്ത് 4 T സ്റ്റേറ്റാണ് ഉണ്ടായിരിക്കുക. The 8085 uses the first 3 T states for the fetch of the OP code. ഇതിനകത്തുള്ള ഫസ്റ്റ് 3 T സ്റ്റേറ്റും നമ്മൾ ഒ പി കോഡിനെ ഫെച്ച് ചെയ്യാൻ യൂസ് ചെയ്യും. T4 is used to decode and execute it. അത് ഡീകോഡ് ചെയ്യാൻ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ നമ്മൾ 4th T സ്റ്റേറ്റും യൂസ് ചെയ്യും. It also possible for an instruction to have 60 states in an OP code fetch machine cycle. അതേപോലെ നമ്മളിപ്പോൾ ഇവിടെ 40 സ്റ്റേറ്റ് പറഞ്ഞു എങ്കിലും ചില കേസുകളിലൊക്കെ നമുക്ക് 6 T സ്റ്റേറ്റുകൾ വരെ പോസിബിൾ ആയിട്ടുള്ള ഒ പി കോഡ് ഫെച്ച് മെഷീൻ സൈക്കിൾസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് മെമ്മറി റീഡ് ഓർ ഓപ്പറൻറ്റ് ഫെച്ച് മെഷീൻ സൈക്കിൾ. This cycle is executed by the processor to read a data byte from the memory or fetch operand in a multi-byte instructions. നമ്മൾ ഈ മെമ്മറി റീഡോ അല്ലെങ്കിൽ ഓപ്പറൻറ്റ് ഫെച്ചോ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഒ പി കോഡ് ആക്സസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വേണം, ആ ഒരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യാനുള്ള ഡാറ്റ അല്ലെങ്കിൽ ഓപ്പറൻറ്റ് നമുക്ക് മെമ്മറിയിൽ നിന്ന് കിട്ടണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫേസാണ് ഈ മെമ്മറി റീഡോ ഓപ്പറൻറ്റ് ഫെച്ച് മെഷീൻ സൈക്കിൾ. സോ ഒന്നുകിൽ നമ്മൾ മെമ്മറി പോയിട്ട് ആക്സസ് ചെയ്യും, അല്ലെങ്കിൽ മൾട്ടി ബൈറ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഓപ്പറൻറ്റിനെ ഫെച്ച് ചെയ്യും. അപ്പോൾ മൾട്ടി ബൈറ്റ് ഇൻസ്ട്രക്ഷനൊക്കെ ആകുമ്പോൾ അതിനകത്ത് 2 or 3 ബൈറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. സോ അതിനകത്തുള്ള ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഫെച്ചാണ്, ഒ പി കോഡ് ഫെച്ചിനെയായിരിക്കും. പിന്നെയുള്ള സെക്കൻഡോ തേർഡോ ഒക്കെ ആയിരിക്കും നമ്മുടെ ഓപ്പറൻറ്റ് ആക്സസ് എന്ന് പറയുന്നത്. അതായത് ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിലും ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒ പി കോഡിനെ ആക്സസ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള പ്രോസസ്സുകൾ, അതായത് നമ്മുടെ ഓപ്പറൻറ്റിനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. The instructions which have more than 1 byte word size will use the machine cycle after the OP code fetch machine cycle. So നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒ പി കോഡ് ഫെച്ച് ചെയ്തതിന് ശേഷമുള്ള നമ്മളുടെ ഈ ഇൻസ്ട്രക്ഷൻസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നോ അതിൽ കൂടുതൽ ഓപ്പറൻസിനെ നമ്മൾ ആക്സസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആക്സസ് ചെയ്യുന്ന കേസുകളിൽ നമ്മൾ അത്തരം ആക്സസിങ് ഒക്കെ നടത്തുന്നത് എന്താണ്, ഇൻസ്ട്രക്ഷൻ ഒ പി കോഡ് ഫെച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് പറയുമല്ലോ എത്ര വേരിയബിൾസ് വേണം, എത്ര വാല്യൂസ് വേണം, എത്ര ഓപ്പറൻസ് വേണം, അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത് ഇത്ര ഓപ്പറൻസ് എന്നുള്ള കണക്കിൽ. The memory read machine cycle is exactly the same as the OP code fetch except നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ മെമ്മറി റീഡ് സൈക്കിള് നമ്മളുടെ ഈ ഒ പി കോഡ് ഫെച്ചിനെ പോലെയൊക്കെ തന്നെയാണ്. ചില ഡിഫറൻസുകൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കേസ് IO ബാർ എം ബാർ ഈക്വൽ ടു 0 തന്നെയാണ്, കാരണം ഇതും ഒരു മെമ്മറി ഓപ്പറേഷനാണ്. പിന്നുള്ളടത്താണ് ഡിഫറൻസ്, S1 ഈക്വൽ ടു 1 ആണ്, S0 ഈക്വൽ ടു 0 ആണ്. കാരണം എന്താണ്, ഇതൊരു മെമ്മറി റീഡാണ്. ഇനി WR ബാർ എന്തായിരിക്കും, 1 ആയിരിക്കും. ആൻഡ് RD ബാർ എന്താണ്, 0 ആയിരിക്കും. കാരണം RD 0 ആകുമ്പോഴേ നമുക്ക് റീഡ് ഓപ്പറേഷൻ നടക്കുള്ളൂ. ഇറ്റ് ഓൺലി ഹാസ് 3 T സ്റ്റേറ്റ്സ്. ഇതിനകത്ത് നമ്മൾ 3 T സ്റ്റേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സൈക്കിൾ ഈസ് ഒ പി കോഡ് ഫെച്ച് സൈക്കിൾ. ഇതിനകത്തുള്ള ഫസ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒ പി കോഡ് ഫെച്ച് സൈക്കിളാണ്. സോ ദിസ് സൈക്കിൾ റിക്വയേഴ്സ് 4 T ഒ പി കോഡ് പ്ലസ് 3 T മെമ്മറി റീഡ്. മൊത്തം 7 T സ്റ്റേറ്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആദ്യത്തെ 4 T സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒ പി കോഡിന് വേണ്ടി നമ്മൾ റിസർവ് ചെയ്ത് വെച്ചതാണ്. പിന്നെയുള്ള 3 T സ്റ്റേറ്റ്സ് നമ്മൾ മെമ്മറി റീഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ടോട്ടൽ 7 T സ്റ്റേറ്റ് ആണ് വരിക. നെക്സ്റ്റ് മെമ്മറി റൈറ്റ് മെഷീൻ സൈക്കിൾ.
The memory write machine cycle is executed by the processor to write data byte in a memory location. നമ്മൾ മെമ്മറിയിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻ സൈക്കിൾ യൂസ് ചെയ്യുന്നത്. The memory write machine cycle is exactly the same as the memory read except നമ്മളുടെ മെമ്മറി റൈറ്റ്സ് മെക്കാനിസം മെഷീൻ സൈക്കിൾ നമ്മളുടെ മെമ്മറി റീഡിനൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ ചെറിയ ഡിഫറൻസ് ഉണ്ട്. IO ബാർ M ബാർ ഈക്വൽ ടു 0 തന്നെയാണ്. പിന്നെ S1 എന്ന് പറഞ്ഞാൽ 0 ആണ്, S0 എന്ന് പറഞ്ഞാൽ 1 ആണ്. കാരണം ഇവിടെ എന്താണ് മെമ്മറി റൈറ്റ് റീഡ് തിരിച്ച് എഴുതുന്ന മെമ്മറി റൈറ്റ് ഓപ്പറേഷൻ ആണ്. പിന്നെ WR ബാർ ഈക്വൽ ടു 0 ആണ്, RD ബാർ ഈക്വൽ ടു എന്താണ് 1 ആണ്. കാരണം റൈറ്റ് ഓപ്പറേഷൻ ആയതുകൊണ്ട് WR ആണ് ലോ ലെവലിൽ എത്തേണ്ടത്, 0 ആയി. ഇറ്റ് ഓൺലി ഹാസ് 3 T സ്റ്റേറ്റ്സ്. ഇതിനകത്ത് 3 T സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് സൈക്കിൾ ഈസ് OP കോഡ് ഫെച്ച് സൈക്കിൾ. ഇതിനകത്തുള്ള ഫസ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് OP കോഡ് ഫെച്ച് ചെയ്തിട്ട് മാത്രമേ റൈറ്റിംഗ് ആയാലും ശരി റീഡിംഗ് ആയാലും ശരി നടക്കുള്ളൂ. എന്നാലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ OP കോഡിൽ റീഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് റീഡിങ് ചെയ്യാൻ പറ്റുള്ളൂ, OP കോഡിൽ റൈറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം OP കോഡാണ് തീരുമാനിക്കുന്നത് ഇനി എന്ത് ചെയ്യണം. സോ നമ്മുടെ സൈക്കിളിൽ എങ്ങനെയായിരിക്കും, ആദ്യത്തെ 4 T സ്റ്റേറ്റ് OP കോഡിന് വേണ്ടിയിട്ടുണ്ടായിരിക്കും, പ്ലസ് 3 T എന്തിനാണ് മെമ്മറി റൈറ്റിന് വേണ്ടിയിട്ടായിരിക്കും. സോ ടോട്ടൽ 7 T സ്റ്റേറ്റ്സ് ടു എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര T സ്റ്റേറ്റ് ഉണ്ടായിരിക്കും, 7 T സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് മെഷീൻ സൈക്കിളാണ്. മൈക്രോ പ്രോസസർ എക്സിക്യൂട്ട് ദിസ് സൈക്കിൾ ടു റീഡ് കണ്ടൻറ്റ് ഓഫ് IO പോർട്ട് ഓർ റീഡ് 8-bit ഡാറ്റ പ്രസൻറ്റ് ഓൺ ദ ഇൻപുട്ട് പോർട്ട് ത്രൂ ദ ഡാറ്റ ബസ്. അതായത് നമ്മുടെ ഇൻപുട്ട് പോർട്ടിൽ നിന്ന് ഡാറ്റ ബസ് ത്രൂ നമ്മൾ ഡാറ്റ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് എത്തിക്കാൻ, മൈക്രോ പ്രോസസറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, IO റീഡ് യൂസ് ചെയ്യുന്നത്. ദ IO റീഡ് മെഷീൻ സൈക്കിൾ ഈസ് എക്സാക്ട്ലി ദ സെയിം ആസ് ദ മെമ്മറി റീഡ് എക്സെപ്റ്റ്. ഇത് മെമ്മറി റീഡ് മെഷീൻ സൈക്കിളിനെ പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഫസ്റ്റ് എന്താണ്, IO ബാർ M ഈക്വൽ ടു 1 ആണ്. കാരണം എന്താണ്, ഇതൊരു IO ഓപ്പറേഷൻ ആയതുകൊണ്ട് IO ബാർ M ഈക്വൽ ടു 1 ആയിരിക്കും. പിന്നെ S0 0 ആണ്, S1 എന്താണ് 1 ആണ്, കാരണം റീഡ് ഓപ്പറേഷൻ ആണ്. പിന്നെ WR ബാർ ഈക്വൽ ടു 1 ആണ്, RD എന്താണ് 0 ആണ്, കാരണം ഇത് റീഡ് ഓപ്പറേഷൻ ആണ്. ഇറ്റ് ഓൺലി ഹാസ് 3 T സ്റ്റേറ്റ്സ്. ഇതിനകത്ത് 3 T സ്റ്റേറ്റ് ആണ് ഉണ്ടായിരിക്കുക. This instruction read the data from an input device and places the data byte in the accumulator. ഇത് നമ്മൾ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റ നമ്മൾ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് റീഡ് ചെയ്യും, എന്നിട്ട് നമ്മുടെ അക്യുമുലേറ്ററിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഇതൊരു റീഡ് ഓപ്പറേഷനാണ്. ഇറ്റ് അക്സെപ്റ്റ് ദ ഡാറ്റ ഫ്രം ഇൻപുട്ട് ഡിവൈസ് ബൈ യൂസിങ് IO റീഡ് സിഗ്നൽ. നമ്മളിങ്ങനെ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റ അക്യുമുലേറ്ററിലൊക്കെ ആക്സസ് ചെയ്യുന്നത് IO റീഡ് സിഗ്നൽ, IOR എന്നുള്ള സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് മെഷീൻ സൈക്കിൾ. Microprocessor execute this cycle to write a data onto the IO port to write 8-bit data present on the output port. നമ്മുടെ ഔട്ട്പുട്ട് പോർട്ടിലേക്ക് നമ്മൾ അക്യുമുലേറ്ററിൽ നിന്ന് ഡാറ്റ എന്താ ചെയ്യുന്നത്, നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നതിന്, അതായത് റിസൾട്ട് നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ദ IO റൈറ്റ് മെഷീൻ സൈക്കിൾ ഈസ് എക്സാക്ട്ലി സെയിം ആസ് ദ മെമ്മറി റൈറ്റ്. മെമ്മറി റൈറ്റിനെ പോലെ തന്നെയാണ്, പക്ഷേ ചെറിയ മാറ്റങ്ങളുണ്ട്. എന്താണ്, IO ബാർ M ഈക്വൽ ടു 1 ആണ്, കാരണം എന്താണ്, ഇതൊരു IO ഓപ്പറേഷനാണ്. S1 ഈക്വൽ ടു 1 ആൻഡ് S0 ഈക്വൽ ടു 0, കാരണം ഇതെന്താണ്, ഇതൊരു റൈറ്റ് ഓപ്പറേഷനാണ്. പിന്നെ WR ബാർ ഈക്വൽ ടു 0, RD ഈക്വൽ ടു എന്താണ്, RD ബാർ ഈക്വൽ ടു 1 ആണ്, ഇതൊരു റൈറ്റ് ഓപ്പറേഷൻ ആയതുകൊണ്ട് WR ആണ് 0 ആക്കി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഓൺലി ഹാസ് 3 T സ്റ്റേറ്റ്. ഇതിനകത്ത് എന്താ ഉണ്ടാവുക, 3 T സ്റ്റേറ്റ് ആണ് ഉണ്ടായിരിക്കുക. ദിസ് ഇൻസ്ട്രക്ഷൻ പ്ലേസസ് ദ കണ്ടൻറ്റ് ഓഫ് അക്യുമുലേറ്റർ ഓൺ ദ ഡാറ്റ ബസ്. ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ അക്യുമുലേറ്ററിൽ നിന്നുള്ള കണ്ടൻറ്റ് എടുത്തിട്ട് ഡാറ്റ ബസ്സിൽ കൊടുക്കും. ഡാറ്റ ബസ് ഇവിടെ എത്തിക്കും, അത് ഔട്ട്പുട്ട് ഡിവൈസിൽ എത്തിക്കും. ഈ ട്രാൻസ്മിറ്റ് ദ ഡാറ്റ ടു ഔട്ട്പുട്ട് ഡിവൈസ് ബൈ യൂസിങ് IO റൈറ്റ് സിഗ്നൽ. ഇവിടുന്നകത്ത് IOW സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡാറ്റനെ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇനി 2 ടൈപ്പ് മെഷീൻ സൈക്കിളും കൂടെ ഉണ്ട്, നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, പക്ഷേ ജസ്റ്റ് വേണമെങ്കിൽ ഇത് നോട്ട് എഴുതി വെച്ചോളൂ. ഒന്ന് ഇൻ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് മെഷീൻ സൈക്കിളാണ്. അതായത് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ അക്നോളജ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈമിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്ററപ്റ്റ് അക്നോളജ് മെഷീൻ സൈക്കിൾ എന്ന് പറയാം. അതായത് ആ ടൈമിൽ എന്തോ ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഒരു ഡാറ്റ ഒരു സിഗ്നൽ വന്നു, അതായത് ആരോ എന്തോ നമ്മളോട് ടൈപ്പ് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻസ്ട്രക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അവരെന്താണോ നമുക്ക് ഇൻറ്ററപ്റ്റ് ആയിട്ട് തരുന്നത് അത് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആ ഒരു അക്നോളജ്മെൻറ്റ് ടൈമിനെയാണ് നമ്മളെന്ത് പറയുക, INTA മെഷീൻ സൈക്കിൾ എന്ന് പറയുക. പിന്നുള്ള ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബസ് ഐഡിൽ മെഷീൻ സൈക്കിളാണ്. അതായത് നമ്മളിപ്പോൾ ചില ടൈമുകളിൽ മെമ്മറി റീഡും മെമ്മറി റൈറ്റും നടക്കാതെ കുറച്ച് ടൈം ഒരു വെയിറ്റിംഗ് പോലെ, അതായത് ഐഡിയലായിട്ട് നമ്മുടെ സിസ്റ്റം നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മെഷീൻ സൈക്കിളിനാണ് ബസ് ഐഡിൽ മെഷീൻ സൈക്കിൾ എന്ന് പറയുക. കാരണം ആ ടൈമിൽ അഡ്രസ് ബസ്സോ ഡാറ്റ ബസ്സോ ആക്റ്റീവ് ആയിരിക്കില്ല, പാസീവായിട്ട് ഇരിക്കുമായിരിക്കും. അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നുണ്ടാവില്ല, ഐഡിയലായിരിക്കും. അതുകൊണ്ടാണ് ആ ടൈമിനെ ബസ് ഐഡിൽ
മെഷീൻ സൈക്കിൾ എന്ന് പറയും. അങ്ങനെ ഇത്രയും ടൈപ്പ് ഓഫ് മൊത്തം നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ 5 പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 പറഞ്ഞ INTA മെഷീൻ സൈക്കിളും സൈഡിൽ മെഷീൻ സൈക്കിളും കൂടെ കൂട്ടിയ ടോട്ടൽ 7 മെഷീൻ സൈക്കിൾസാണ് നമുക്കുള്ളത്. സോ ഇതൊക്കെ നോട്ടിൽ എഴുതുക, എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതണം കേട്ടോ. ഓക്കെ, താങ്ക് യു.